ആയിരിക്കും. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോണത് ടൂട്ടി ഫ്രൂട്ടിയാണ്. ഇപ്പം ഞാൻ കടയിലൊക്കെ സെയിൽ ചെയ്യണ ടൂട്ടി ഫ്രൂട്ടിയാണിത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ സെയിം റെസിപ്പിയാണ് ഞാൻ എങ്ങനെ കടയിൽ കൊടുക്കണതിൻ്റെ ആ സെയിം റെസിപ്പി തന്നെയാണ് ഞാനിപ്പോൾ ഇവിടെ ഇതിലിട്ടേക്കണത്. പക്ഷേ ഈ 1-2 ടിപ്സും കൂടെ ഫോളോ ചെയ്തെങ്കിൽ മാത്രമേ ഇതേപോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന്. ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കണത് തണ്ണിമത്തൻ്റെ തോടാണ്. അതിന് പകരം പപ്പായയും എടുക്കാം. നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ച പപ്പായ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും വെച്ചിട്ട് ഇതേപോലെ തന്നെ സെയിം മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ടൂട്ടി ഫ്രൂട്ടി ഉണ്ടാക്കാം. പക്ഷേ തണ്ണിമത്തന് നമ്മളെപ്പോഴും വാങ്ങിക്കുന്നതാണ്, അപ്പോൾ അതിൻ്റെ തോട് നമ്മളെപ്പോഴും കളയുന്നതാണ്. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് നമുക്കിത് ഉണ്ടാക്കണത് കുറച്ചുകൂടെ ബെറ്ററാണ്. ആദ്യമായിട്ട് ഈ തണ്ണിമത്തൻ്റെ തോട്, അതായത് ബേക്കിലുള്ള പച്ച ഫുള്ള് കളയണം. അതേപോലെ തന്നെ ഒട്ടും റെഡ് കളറ് ഉള്ളിൽ പാടില്ല. അതും രണ്ടും നന്നായിട്ട് നീക്കം ചെയ്യാം. കാരണം റെഡ് കളറ് ഉണ്ടെങ്കിലും അതേപോലെ തന്നെ ബേക്കിലുള്ള ആ ഒരു പച്ച കളറ് ഉണ്ട് എങ്കിലും കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് രണ്ടും, ആ റെഡ് കളറും അതേപോലെ തന്നെ ആ ബേക്കിലുള്ള തൊലിയും ആ പച്ചത്തൊലിയും നന്നായിട്ട് റിമൂവ് ചെയ്യണം. ഞാനിപ്പോൾ ഇത് ബേക്കിലുള്ള ആ പച്ച കളറ് ഉള്ള തൊലിയും നന്നായിട്ട് നല്ല ഡീപ്പായിട്ട് ചെത്തി കളഞ്ഞ് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഉള്ളിലുള്ള ആ റെഡ് കളറും കളഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ആ ഉള്ളിലുള്ള റെഡ് കളറും അതേപോലെ തന്നെ ഗ്രീൻ കളറും ഉണ്ടാവരുത്. അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് കിട്ടൂല. പ്രത്യേകിച്ച് റെഡ് കളർ ഉണ്ടെങ്കിൽ അത് ഭയങ്കര സോഫ്റ്റ് അല്ലേ, അപ്പോൾ നമ്മൾ വേവിക്കുമ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടൂല. ഇനി നമുക്കിത് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് നിങ്ങൾക്ക് കത്തി വെച്ചിട്ടോ അതല്ലെങ്കിൽ വെജിറ്റബിൾ കട്ടർ വെച്ചിട്ടോ ചെയ്യാം. ഞാനിപ്പോൾ കത്തി വെച്ചിട്ട് നിങ്ങളെ കാണിച്ചതാണ്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം വെജിറ്റബിൾ കട്ടർ വെച്ചിട്ടാണ് ഞാനത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. കാരണം ഞാനത് കടയിൽ കൊടുക്കണതല്ല. അപ്പോൾ എല്ലാവരും ഈക്വൽ സൈസ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെജിറ്റബിൾ കട്ടർ ഉപയോഗിക്കുന്നത്. വെജിറ്റബിൾ കട്ടർ ഉപയോഗിക്കുന്നത് ഒരു നിർബന്ധവും ഇല്ല, കത്തി വെച്ച് ചെയ്താൽ മതി. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുക. അപ്പോൾ അതിലുള്ള വല്ല അഴുക്ക വല്ല കളറ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം പോയി കിട്ടിക്കോളും. ഞാനിപ്പോൾ ഇവിടെ ഒരു പാത്രത്തിലേക്ക് 4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം ഞാൻ അരിഞ്ഞു വെച്ചേക്കണ തണ്ണിമത്തൻ്റെ തൊണ്ട് ഏകദേശം ഒരു 3 കപ്പോളം വരും. ഇപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കൂടിയാലൊന്നും യാതൊരു പ്രശ്നവും ഇല്ല. പ്രത്യേകിച്ചൊരു അളവൊന്നുമില്ല ഇതിന്. പിന്നെ ഇതേപോലെ തന്നെ സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ പച്ചപ്പപ്പായ വെച്ചിട്ടും ചെയ്യണത്. ഇനി ഇത് നന്നായിട്ട് തിളക്കുമ്പോൾ നമ്മൾക്ക് അരിഞ്ഞു വെച്ചേക്കണ തണ്ണിമത്തൻ്റെ തൊണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിത് നന്നായിട്ട് വേവിച്ചെടുക്കുക. ആദ്യം നമുക്ക് തിളക്കണ വരെ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആവണ വരെ നന്നായിട്ട് വേവിച്ചെടുക്കുക. ഇപ്പം ഇത് നല്ല ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും ഈവണായിട്ട് ഒരേ പോലെ തന്നെ നല്ല നല്ല ഇങ്ങനെ ഒരു അങ്ങോട്ട് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. അതേപോലത്തെ ഒരു ഇതായിട്ട് വന്നിട്ടുണ്ട്, ട്രാൻസ്പെറൻ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് എടുക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് ഞാൻ 3 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.25 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇപ്പം ഇത് ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. ഇതിന് കുറച്ച് സമയം എടുക്കും. ഇത് ഈ ഷുഗർ സിറപ്പ് ഇതിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ഇത് കുറച്ച് സമയം എടുത്തിട്ട് വേണം ചെയ്യാൻ വേണ്ടി. പെട്ടെന്ന് ചെയ്തെടുക്കരുത്. പെട്ടെന്ന് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ശരിയാവില്ല. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ടേസ്റ്റും ഉണ്ടാകും. അതേപോലെ തന്നെ ഇത് കട്ട പിടിക്കുകയുമില്ല. ഇപ്പം ഇതിൽ ഷുഗറൊക്കെ നന്നായിട്ട് പിടിച്ചിട്ട് നല്ല ഒരു പളുങ്ക് പോലെ, അതായത് ഒരു ക്രിസ്റ്റൽ പോലെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു സെപ്പറേറ്റ് ബൗളിലേക്ക് മാറ്റാം. അത് എത്ര കളറാണോ കൊടുക്കുന്നത് അതിനനുസരിച്ചിട്ട് അത്രയും ബൗളിലേക്ക് നമുക്ക് മാറ്റാം. ഇപ്പം ഞാനിവിടെ എടുത്തേക്കണത് 4 ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതായത് 3 കളറാണ് ഞാൻ കൊടുത്തേക്കണത്. ഒന്ന് യെല്ലോ, പിന്നെ ഗ്രീൻ, റെഡ്, പിന്നെ ഒന്നിൽ ഞാൻ കളർ ചേർക്കണില്ല. അപ്പോൾ നമ്മൾക്കത് വൈറ്റ് കളറായിട്ട് കിട്ടും. ഇനി ഇതൊരു 2 മണിക്കൂർ മാറ്റി വെക്കാം. അപ്പോൾ ഈ കളറൊക്കെ ഇതിൽ നന്നായിട്ട് പിടിച്ചു കിട്ടും.
ഇനി ഇത് ഒരു അരിപ്പയിലൂടെ അരിച്ച് മാറ്റി വെക്കാം. ഞാനിപ്പോൾ ഇത് അരിച്ചൊരു 4 പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു ടിഷ്യോ അല്ലെങ്കിൽ ഒരു കോട്ടൻ്റെ തുണി എടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ വെള്ളം ഒന്ന് ഒപ്പി കളയണം. അപ്പോഴും അത് നന്നായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ എന്നിട്ട് നമുക്കിപ്പോൾ കോട്ടൻ്റെ തുണിയാണ് കൂടുതൽ ബെറ്റർ, കാരണം പെട്ടെന്നായി കിട്ടും. അതല്ലെങ്കിൽ ടിഷ്യൂ ആണെങ്കിൽ കുറച്ച് കൂടുതൽ ടിഷ്യൂ എടുത്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് 1 മണിക്കൂറൊന്ന് വെയിലത്ത് വെക്കാം. അപ്പം നമ്മളുടെ ടൂട്ടി ഫ്രൂട്ടി നമുക്കിവിടെ റെഡിയായിട്ട് കിട്ടും. നിങ്ങൾക്കും ഇതേപോലെ തന്നെ ഈ സെയിം മെത്തേഡിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ഉള്ള ടൂട്ടി ഫ്രൂട്ടി കിട്ടും. അപ്പോൾ നമുക്ക് കടയിൽ പോയിട്ടൊന്നും മേടിക്കേണ്ട കാര്യമില്ല, നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. എന്നിട്ട് ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് എഴുതാനും മറക്കരുത്. ഇനി നമുക്ക് പുതിയ പുതിയ വിഭവങ്ങളായിട്ട് വീണ്ടും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.